അവരുടെ ടീനേജ് പീരീഡ്. ഈ പീരീഡിൽ അവർക്ക് ഈ പറയുന്ന എക്സ്പെരിമെന്റേഷനുള്ള ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. വാട്സപ്പ് വഴിയുള്ള പഠനം ഇനി വേണ്ട. കുട്ടികളത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ കാണാം, പഠിക്കാതിരിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മെജോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്ന ലൈവ് ക്ലാസിന്റെയും കമന്റ് ബോക്സ് ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ ഓഫാണ്. ടീച്ചർ റിപ്ലൈ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടങ്ങിയിരുന്ന ക്ലാസ് കാണുക എന്നല്ല. ലൈവ് ക്ലാസ്സസിനെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാർ തന്നെ ഇപ്പൊ ഞെട്ടി നിൽക്കുകയാണ്. അതായത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ. ഹായ്, സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാരന്റൽ കൺട്രോളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണ് പാരന്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, കുട്ടികളുടെ ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഈ കുട്ടികളുടെ ഗ്രോത്ത് ടൈമിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കുട്ടികൾ ഒരു പർട്ടിക്കുലർ ഏജ് വരെ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഏജ് പീരീഡ് ഉണ്ട്, അതായത് ഇവരുടെ ടീനേജ് പീരീഡ്. ഈ പീരീഡിൽ അവർക്ക് ഈ പറയുന്ന എക്സ്പെരിമെന്റേഷനുള്ള ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. ലൈക്ക് എന്താ പറയാ, നമുക്ക് ഈ പറയുന്ന യൂട്യൂബിലാണ് നിങ്ങൾ ക്ലാസ് കാണുന്നതെങ്കിൽ ആ ക്ലാസ് സ്കിപ്പ് ചെയ്ത് മറ്റ് ഫുഡ് വീഡിയോസോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വീഡിയോസോ കാണാനുള്ള ടെൻഡൻസി ഒക്കെ അവർക്ക് കൂടുതലായിരിക്കും. അപ്പൊ അവര് പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ ഇതിനെല്ലാം ഒരു രീതിയിൽ ഈ പറയുന്ന നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും വളം വയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല, ദേർ ഇസ് എ സർക്കുലർ, ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അതായത് വാട്സപ്പ് വഴിയുള്ള പഠനം ഇനി വേണ്ട. അതായത് ഇപ്പോ ടീച്ചേഴ്സും എല്ലാവർക്കും ഒരു ഈസി വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നോട്ട്സ് ഒന്നും കൊടുക്കില്ല. നോട്ട്സ് എന്താണ് PDF ആക്കുന്നു, എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വാട്സപ്പ് വഴി എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു. കുട്ടികളത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ കാണാം, പഠിക്കാതിരിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്നു, ക്ലാസ്സിൽ തന്നെ നോട്ട്സ് എഴുതുന്നു. അപ്പൊ ആ നോട്ട്സ് എഴുതുന്നതിന്റെ കൂടെ അവൻ അത് ശ്രദ്ധിക്കുന്നു, ചിലപ്പോൾ അതിലൊരു കൺസെപ്റ്റ് അവന് കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ എപ്പോഴും ഈ പറയുന്ന യൂട്യൂബിലെ ക്ലാസ്സസ് ഞാൻ ശ്രദ്ധിക്കും, പല സെന്റേഴ്സിന്റെ ക്ലാസ്സസ് ഞാൻ ശ്രദ്ധിക്കും. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെന്റർ ഒരു ക്ലാസ് നടത്തിയിരുന്നു. അപ്പോൾ അത് ലൈവ് ക്ലാസ്സസ് ആണ്. അതും ഏറ്റവും ചെറിയ ക്ലാസ്സിനുള്ള ലൈവ് ക്ലാസ് ആണ്. അതായത് ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ലെവലിൽ വരുന്ന കുട്ടികൾക്കുള്ള ലൈവ് ക്ലാസ് ആയിരുന്നു. ഞാൻ വെറുതെ ഈ പറയുന്ന ലൈവ് ക്ലാസ്സിൽ വെറുതെ ഒന്ന് കയറി നോക്കി. അപ്പൊ അവിടെ ഒരു 40-45 സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. ബട്ട് ദ കമന്റ് ബോക്സ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ എപ്പോഴും പോയിട്ട് ഈ പറയുന്ന കമന്റ് ബോക്സ് ശ്രദ്ധിക്കുക. പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യമാണ്. കുട്ടികൾ പറയാണ്, ഞാൻ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ ശരി, നീ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, എന്തിലാണ് നീ കാണുന്നത്? അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ എടുക്കുക, ആ ചാനലിൽ നടക്കുന്ന ലൈവ് ക്ലാസ് എടുക്കുക, എന്നിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ മാത്രം പോയിരിക്കുക. മെജോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്ന ലൈവ് ക്ലാസിന്റെയും കമന്റ് ബോക്സ് ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ ഓഫാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഈ കമന്റ് ബോക്സിൽ കുട്ടികൾ ചിലപ്പോൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടാവില്ലേ? അപ്പം നാളെ പിന്നീട് കാണുന്ന ഒരു കുട്ടിക്ക് ആ ഡൗട്ട് വേണമെങ്കിൽ വീണ്ടും എടുത്ത് കണ്ടുകൂടെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികൾ എല്ലാവരും ഈ പറയുന്ന കമന്റ് ബോക്സിൽ കയറുന്നത് സ്വന്തം പേരിലായിരിക്കണമെന്നില്ല. ഈ പേര് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതിനകത്ത് ചില ആൾക്കാർ സ്പൈഡർമാൻ എന്ന് പേരിടും, ചില ആൾക്കാർ സൂപ്പർമാൻ എന്ന് പേരിടും. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ വിൽ ഇന്ററാക്ട്. നിങ്ങൾ ആ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കമന്റ് ബോക്സിൽ കുട്ടി വേറൊരു കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇപ്പം ഒരു കുട്ടി വരികയാണ്. അപ്പോൾ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നു, നീ എവിടെ നിന്നാണ്, ഏത് ജില്ലയിൽ നിന്നാണ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇതിനകത്ത് കൂടി വരും. ഇതേ സമയത്ത് ചില ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ എന്റർടൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കമന്റ് ബോക്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ടീച്ചർ റിപ്ലൈ കൊടുക്കും. ടീച്ചർ റിപ്ലൈ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടങ്ങിയിരുന്ന ക്ലാസ് കാണുക എന്നല്ല. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്, ഇതെന്താ നീ അങ്ങനെ ചോദിച്ചത്, അതായത് ലീഡിങ് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കും. അതായത് കുട്ടിക്ക് വീണ്ടും സംസാരിക്കാനുള്ള അവസരങ്ങൾ വീണ്ടും ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇതൊരു എന്റർടൈൻമെന്റ് ആകുമ്പോഴത്തേക്കും കുട്ടികൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ക്ലാസ്സുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടും. ഇങ്ങനെ ഈ കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ക്ലാസ്സിൽ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഒന്ന്, കുട്ടികളുടെ ടൈം പോകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി വിശ്വസിക്കുന്നുണ്ടാവും, അതായത് ഞാൻ ക്ലാസ് കണ്ടല്ലോ. അതായത് ക്ലാസ്സിൽ അവൻ ചിലപ്പോൾ കമന്റ് ബോക്സിനുള്ളിലായിരിക്കും, എങ്കിലും അവന്റെ വിചാരം എന്താണ്, ഞാൻ ക്ലാസ് കണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ മാർക്ക് കുറയുമ്പോഴത്തേക്കും പാരന്റ്സ് ഒക്കെ ആലോചിക്കുന്നുണ്ടാവും, അയ്യോ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നല്ല കാര്യം തന്നെയാണ്. ലൈവ് ക്ലാസ്സസ് നിങ്ങൾ എല്ലാവരും കൊടുക്കണം. ലൈവ് ക്ലാസ്സസിൽ കുട്ടികൾ എല്ലാവരും വരണം, അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം.
ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് നിങ്ങൾ യൂട്യൂബിനെയൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞതുപോലെ ഈ ടീനേജ് പീരീഡിലുള്ള കുട്ടികൾക്ക് സ്കിപ്പ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇത് ഇപ്പോഴ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സസിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ലൈവ് ക്ലാസ്സസിനെയും പ്രൊമോട്ട് ചെയ്ത ആൾക്കാർ തന്നെ ഇപ്പൊ ഞെട്ടി നിൽക്കുകയാണ്. അതായത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ കുട്ടികൾ പോകുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അറ്റൻഡൻസ്. അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നുവെങ്കിൽ സ്കൂളിൽ പോകുന്നത് കുട്ടി നിർത്തുമായിരുന്നു. ഈ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുന്നു, എന്തോ കഷ്ടപ്പെട്ടിട്ട് പോവുകയാണ്. ഈ പണ്ടൊരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത് എന്താ പറയാ, അവർക്കൊരു എക്സ്ട്രാ കെയർ വേണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതിയെടുക്കണം, ആ ലെവലിൽ പഠിക്കണം എന്നുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഒരു സെന്ററിൽ പോയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ അതൊക്കെ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്ന റീസൺസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ലേറ്റ് ആയി പോകും, തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആയി പോകും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് സമയം കുറേ പോകും. എവിടെ, എൻട്രൻസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ഒരുപാട് പോകും. ഇങ്ങനത്തെ ഒരുപാട് ഉത്തരങ്ങൾ കുട്ടികളിൽ നിന്ന് വരുന്നുണ്ട്. ആൻഡ് അതിനെ പാരന്റ്സ് കുറെ കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, കുട്ടിക്ക് എക്സാംസിന് മാർക്കുണ്ട്, ഓണപരീക്ഷയ്ക്ക് മാർക്കുണ്ട്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്കുണ്ട്, ഫൈനൽ എക്സാം പറഞ്ഞാൽ അതിനും മാർക്കുണ്ട്. പക്ഷെ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും പാരന്റ്സിനെല്ലാം സങ്കടമാണ്. എന്താ അത്, എൻട്രൻസിന് ഇവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് അവർ പാസ്സാവുന്നില്ല. ഡിഗ്രി കോഴ്സസിന് കയറുന്ന കുട്ടികൾ ഡിഗ്രിയിലെ സബ്ജക്ട്സ് പഠിക്കാൻ പാടുപെടുന്നു. എഞ്ചിനീയറിംഗിന് കയറുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗിലെ സബ്ജക്ട്സ് പഠിക്കാൻ പാടുപെടുന്നു. മെഡിക്കൽ ഫീൽഡിൽ എത്തുന്ന കുട്ടികൾ മെഡിക്കൽ ഫീൽഡിലെ സബ്ജക്ട്സ് പഠിക്കാൻ പാടുപെടുന്നു. കാരണം എന്താ, ദ കൾച്ചർ ഹാസ് ചേഞ്ച്. പഠിക്കുന്ന ആ ഒരു രീതി മാറിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ രീതിയിലുള്ള മാറ്റം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.